ഇൻഡസ്ട്രിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ലൈഫ് എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ആക്ച്വലി ഒരു 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ പ്രൊഫഷനിൽ എത്തിയ ഒരാളാണ്. അതുകൊണ്ട് പിന്നെ അധികം ആലോചിക്കാനൊന്നും സമയം കിട്ടിയില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അങ്ങനെ ആലോചിക്കാൻ? എനിക്കറിയില്ല. ഞാൻ പ്രോബ്ലി വല്ല സർജനോ KSRTC ഡ്രൈവറോ അങ്ങനെ വല്ല നോക്കുമായിരുന്നു. റിയൽ ലൈഫിൽ നിങ്ങൾ എത്ര റൊമാൻറ്റിക് ആണ്? റൊമാൻറ്റിക് അങ്ങനെ നമ്മൾ മനസ്സിൽ ഒരാളെ കുറിച്ച് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ജയിലിൽ തന്നെ അങ്ങനെ കുറെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പ്രൊഫഷൻ ഇതായതുകൊണ്ട് അതിനെ ബാധിക്കരുത്, ഇമേജ് പോലും എന്നൊക്കെ ഓർത്തിട്ട് വേണ്ടെന്ന് വെക്കുന്നു. എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ. അതിപ്പോ ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇതിനെപ്പറ്റി കൃത്യമായ ഗൈഡൻസ് ഒന്നും തരാനുള്ള ആരും ഇല്ലായിരുന്നു. ഞാനാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു സമ്മതമൊന്നും ആയിരുന്നില്ല ആദ്യം. പക്ഷെ പാഷൻ കൊണ്ട് ഇങ്ങനെ വന്നു. എന്നെ മീറ്റ് ചെയ്യുന്ന പലരും പറയാറുണ്ട്, യു ടേക്ക് അവർ ബ്രത്ത് അവേ എന്ന്. ഒരു ടാറ്റൂ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് ടാറ്റൂ ഇല്ല. എനിക്ക് സൂചി പേടിയാ, ബ്ലഡും. അപ്പൊ നമ്മള് ഇത് വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ചെയ്യാൻ പോണ. ഒരു മിനിറ്റ്. ശരി. ഇവിടെ ഒരു വർക്കിന്റെ ഇടയ്ക്കാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം.